മുൻപ് ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു താരത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നായകനായി 3-ാമത്തെയോ 4-ാമത്തെയോ സിനിമകളാണ്. മുൻ സിനിമകൾ വിജയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഇന്ന സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരിക്കുമല്ലേ, വളരെ ടഫായിട്ടുള്ളൊരു പരിപാടിയാണല്ലോ ഈ പ്രൊമോഷൻസ് എന്നിങ്ങനെ ചോദിച്ചു. ആ സമയത്ത് ഓൺലൈൻ ഇൻ്റർവ്യൂ പരിപാടികളൊന്നുമില്ല. കുറച്ച് ചാനലുകൾ, പിന്നെ പത്രമാധ്യമങ്ങൾ, റേഡിയോ, ഇത്രയും ഇൻ്റർവ്യൂസാണ് ഉള്ളത്. നമ്മൾ വേറെ കുറച്ച് റേഡിയോ സ്റ്റേഷൻസിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഈ സിനിമയും കൂടി ഒന്ന് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും പോയി ചറപറ ഇൻ്റർവ്യൂ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ ആ താരവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ മറ്റ് താരങ്ങളുമൊക്കെ ഇപ്പോൾ ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ ഓടി നടന്ന് എല്ലായിടത്തും ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആക്ടർ എന്നുള്ളൊരു നിലയിൽ നിന്ന് താരത്തിലേക്ക് വളർന്നു കഴിയുമ്പോൾ പലരും പലതും പറയാറുണ്ട്, ചിലതൊക്കെ ചെയ്തു കൂട്ടാറുണ്ട്, അതിനെയൊക്കെ നമ്മൾ ട്രോൾ ചെയ്യാറുണ്ട്. സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ അതിന് എതിരെ വിമർശനം ഉണ്ടാവാറുണ്ട്, സിനിമയിലൂടെ തന്നെ അത്തരം കാര്യങ്ങളെ വിമർശിക്കാറുണ്ട്. അത്തരത്തിൽ ഒരു പുതിയ സിനിമ ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന നടികർ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ആ സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ സിനിമയ്ക്ക് ഒരു സ്പെഷ്യൽ ഷോ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ താരങ്ങൾ, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ താരങ്ങളെയൊക്കെ നിരത്തി പിടിച്ച് ഈ സിനിമ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ വളരെയധികം പുകഴ്ത്താറുണ്ട്, അകമഴിഞ്ഞ് അഭിനന്ദിക്കാറുണ്ട്. പക്ഷേ ഈ താരങ്ങളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നല്ല അഭിനേതാക്കൾ എന്ന് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഭൂരിഭാഗം ആളുകളും ഒരു സേഫ് സോണൊക്കെ പിടിച്ച് നമുക്ക് പറ്റിയൊരു ടീം എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്ന പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സിനിമയിൽ ഇപ്പോൾ ഉദയനാണ് താരം പോലെയുള്ള സിനിമകളിലൊക്കെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, നല്ലൊരു അഭിനേതാവാകുക എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ വായനയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതിന് ഉപയോഗിച്ചിരിക്കുന്നത് MTയുടെ മഞ്ഞ് എന്ന് പറയുന്ന പുസ്തകമാണ്. അതെന്തുകൊണ്ട് ആ പുസ്തകം തന്നെ പറഞ്ഞു എന്നുള്ളത് സിനിമയിൽ വളരെ ഗംഭീരമായിട്ട് കാണിക്കുന്നുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സീക്വൻസുകളിൽ ഒന്നാണ് ഈ സിനിമയിൽ. MTയുടെ മഞ്ഞ് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ലെങ്കിൽ കുക്കു FM-ൽ MTയുടെ മഞ്ഞ് അവൈലബിൾ ആണ്. അതുമാത്രമല്ല, ബഷീറിൻ്റെ പ്രേമലേഖനം, മതിലുകൾ, പിന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള മീശ, ആരാച്ചാർ പോലെയുള്ള മലയാളത്തിലെ ക്ലാസിക്കുകളും മോഡേൺ സാഹിത്യമൊക്കെ അവൈലബിളാണ്. OV വിജയൻ്റെ ധർമ്മപുരാണം, ഇതൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ്. MTയുടെ മഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ, കുക്കു FM-ൽ കേൾക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിൻ്റെ അകമ്പടിയോടെയാണ് നമ്മൾ ആ പുസ്തകം കേട്ട് ആസ്വദിക്കുക. ഇപ്പോൾ കുക്കു FM ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസത്തേക്ക് അവരുടെ പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ 7 ദിവസം പ്രീമിയം ഫീച്ചേഴ്സ് എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തോന്നും. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തോന്നുമ്പോൾ UNNI50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരുടെ സബ്സ്ക്രിപ്ഷൻ നിരക്കിൽ 50% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് തന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, നന്നായി നേരം കളയൂ. മേക്ക് എവറി മിനിറ്റ് മാറ്റർ. സോ ഡേവിഡ് പടിക്കൽ എന്ന സൂപ്പർ താരം, അദ്ദേഹത്തിൻ്റെ ആദ്യ 3 സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുന്നു, അതിലൊന്ന് ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുന്നു. പക്ഷേ അതിനുശേഷം 3 പടങ്ങൾ അടുപ്പിച്ച് പൊട്ടുന്നു. ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ പല സീനിയർ സിനിമാ പ്രവർത്തകരും പറഞ്ഞിട്ടുള്ളതുപോലെ ലക്ഷറി ലൈഫാണ്, ലഹരിമരുന്നിൻ്റെ അമിത ഉപയോഗമാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അത് വളരെ വൃത്തിയായി കാണിച്ചു തരുന്നുമുണ്ട്. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഡേവിഡ് പടിക്കൽ. പക്ഷേ ഒരു പോയിന്റിൽ വെച്ച് അയാൾക്ക് തോന്നുന്നു ഇങ്ങനെയല്ല, ഒരു ചെറിയ മാറ്റം വേണം. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് സിനിമ പറയുന്നത്. എന്നെ സംബന്ധിച്ച് സിനിമയിലെ പ്രകടനങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. എടുത്തു പറയാൻ തോന്നുന്നത് ഇന്ദ്രൻ ചേട്ടൻ, ഒറ്റ ഡയലോഗ് എന്തോ ഉള്ളൂ, പക്ഷേ ആ ഡയലോഗും ആ സീക്വൻസും അത് വളരെ സ്പെഷ്യലാക്കി കളഞ്ഞു. പുള്ളിയുടെ പെർഫോമൻസിൻ്റെ അങ്ങനെയാണല്ലോ, നല്ല പെർഫോമേഴ്സ് വരുമ്പോൾ ഒരു കുഞ്ഞ് സീനാണെങ്കിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മാറും. മധുപാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ക്യാരക്ടർ, അതിലെ ഡയലോഗ്സും ഡെലിവർ ചെയ്തിരിക്കുന്ന രീതിയും അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഡയറക്ടർ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ആരെയാണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ സുരേഷ് കൃഷ്ണ, ലാൽ ജൂനിയറിൻ്റെ സിനിമകളിലൊക്കെ പുള്ളിയുടെ വളരെ ഡിഫറെൻറ്റ് സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ സിനിമയിലും അത്യാവശ്യം ചിരിപ്പിച്ച കുറച്ച് രംഗങ്ങൾ സുരേഷ് കൃഷ്ണയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. ഭാവന വളരെ ചെറിയ റോളാണ്, പക്ഷെ അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസ് കുഞ്ഞു റോളാണ്, ഇത് രസമായിട്ട് വന്നിട്ടുണ്ട്. സംവിധായകൻ രഞ്ജിത്ത്, അനൂപ് മേനോൻ, ഇവരുടെയൊക്കെ പ്രകടനങ്ങൾ നന്നായിരുന്നു. ടൊവിനോയുടെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ടൊവിനോ ആസ് യൂഷ്വൽ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്ടിങ് പെർഫോമൻസ് അത് ഒരു സ്ഥിരം പാറ്റേൺ പിടിച്ചു പോയ ഒരാൾ അദ്ദേഹത്തിൻ്റെ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് ഈ ആക്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന അതിനുശേഷം ഉണ്ടാകുന്നൊരു ചേഞ്ച്, ഇത്രയുമാണ് കാണിക്കുന്നത്. ആ ഒരു ചേഞ്ച് എത്രത്തോളം വിസിബിളായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതധികം ഫീൽ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ടൊവിനോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
അതുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര ഒരു ചേഞ്ച് ഫീൽ ചെയ്യാതിരുന്നത്. പക്ഷേ കുറേ കൂടി ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് ചേഞ്ചൊക്കെ നമുക്ക് ഫീൽ ചെയ്യണമായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അയാളുടെ ഓർമ്മകളെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ആ ആക്ടിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് അവർ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അത് രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ പെർഫോമൻസിൽ അത് നിഴലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഒരു വലിയ ചേഞ്ച് ഫീൽ ചെയ്തില്ല. ബട്ട് സ്റ്റിൽ ഗുഡ്, നല്ലതായിരുന്നു. ഞാൻ പറയുന്നത് ഈ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലത് എന്തോ ഒന്ന് വരാനിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുമല്ലോ, അങ്ങനെ ഒരു പഞ്ചിങ് സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ മോശമാക്കിയെന്നല്ല, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങളെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിൻ്റെ ക്യാരക്ടർ വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. മ്യൂസിക് സൈഡിലേക്ക് വരുമ്പോഴും ഇങ്ങനെ പഞ്ചിങ് ആയിട്ട് സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഓർത്തിരിക്കത്തക്ക രീതിയിൽ അങ്ങനെ ഒരു ഫീലില്ല. ബട്ട് സ്റ്റിൽ സിനിമയിലുടനീളം ആ ഒരു ഫീല് നിലനിർത്തി പോകാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വിഷ്വൽസ് വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോഴും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഈ സിനിമയ്ക്കുള്ളിൽ സിനിമയുടെ പ്രോസസ്സ് കാണിക്കുമ്പോഴേ ആ സിനിമയുണ്ടല്ലോ, സിനിമയ്ക്കുള്ളിലെ സിനിമ അത് ഭയങ്കര ബോറൻ സിനിമയായിട്ടാണ് പലപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ ഉദയനാണ് താരത്തിൽ സൂപ്പർ ഹിറ്റായി മാറുന്ന അന്ന് പെയ്ത മഴയിൽ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സീനും അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ക്രിഞ്ച് ഫീൽ വരുന്ന പോലത്തെ ഒരു സാധനങ്ങളില്ലേ. ഈ സിനിമയിലും സിനിമയ്ക്കുള്ളിലെ സിനിമ കാണിക്കുമ്പോൾ ഈ സിനിമ പൊട്ടാനുള്ള സിനിമയാണല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന അങ്ങനത്തെ സിനിമകളാണ്. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത് എന്നെനിക്കറിയില്ല. ഈ സിനിമയിൽ എൻ്റെ ഫേവറേറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അവർ വിഷ്വലി കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ആളുകൾക്ക് കണക്റ്റ് ആവുമെന്നോ അല്ലെങ്കിൽ ഓരോ സീക്വൻസിലും ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കണം എന്ന് പറയുന്ന അത് എത്രത്തോളം പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവുമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പേഴ്സണലി ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ പ്രോസസ്സ് കണക്റ്റ് ആവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ആ വിഷ്വലൈസേഷൻ പ്രോസസ്സ് നല്ലതാണെന്ന് പറയുമ്പോഴും അതിൽ അവർ ഈ ഓർമ്മകളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു നമ്മുടെ നായകനൊരു ട്രോമ കൊടുത്തിട്ടുണ്ട്. പറയത്തക്ക നല്ല ട്രോമകൾ ഒന്നും കിട്ടാത്തതുകൊണ്ടാണോ അതോ നമ്മുടെ നായകന്മാർക്ക് അങ്ങനെ ഓർക്കാൻ ട്രോമയൊന്നുമില്ല. ഇപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാലും കണക്ട് ചെയ്യാൻ എടുക്കുന്ന എന്തെങ്കിലും ഒരു ഓർമ്മയോ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. പക്ഷേ ഇത് വളരെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവച്ച ഒരു ട്രൊമാറ്റിക് സംഭവമായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു. അല്ലെങ്കിൽ അയാളുടെ പാസ്റ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം എന്തോ എനിക്ക് ആ പോർഷൻ മിക്സഡ് ഫീലാണ്, വർക്കായിട്ടില്ല എന്നല്ല, വളരെ മിക്സഡ് ഫീലായിട്ടാണ് ഫീൽ ചെയ്തത്. സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് യാതൊരു തരത്തിലുള്ള ഇമോഷണൽ കണക്റ്റും ഉണ്ടാവുന്നില്ല എന്നുള്ളതായിരുന്നു. ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന ക്യാരക്ടർ അയാളുടെ പാസ്റ്റ് അതിനെ കണക്ട് ചെയ്തു വരുന്ന സീക്വൻസുകളിലൊക്കെ നമുക്ക് ഈ ഒരു ഫീല് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇയാളോട് കണക്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് യാതൊരു തരത്തിലും ആ ക്യാരക്ടറിനോടോ സിനിമയിലെ സീക്വൻസുകളോടോ ഇമോഷണൽ രംഗങ്ങളോടോ ആ ഒരു കണക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെയ്തു വെച്ചിരിക്കുന്ന 1-2 സീക്വൻസുകൾ നല്ലതായിരുന്നു എന്നുള്ളൊരു സംഭവമാണ്. ഓവറോൾ എന്നെ സംബന്ധിച്ച് ഒരു കണ്ട് മറക്കബിൾ മൂവി എന്നുള്ളതിന് പ്രത്യേകിച്ചൊന്നും എന്നിൽ അവശേഷിപ്പിച്ചിട്ടില്ലാത്ത ഒരു സിനിമയാണ് നടികർ. ഞാനിപ്പോൾ പറയുമ്പോൾ പോലും ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കണക്ട് ചെയ്ത് അവർ വിഷ്വലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും പോർഷൻസ് മാറ്റി നിർത്തിയാൽ എന്നെ ത്രില്ലടിപ്പിച്ചതോ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയതോ കണക്റ്റ് ആയതോ ഒരുപാട് ചിരിച്ചതോ അങ്ങനെ പ്രത്യേകിച്ച് മൊമെൻറ്റ്സ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ അതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങൾക്കത് വളരെ ഡിഫറൻ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് കണക്ട് ചെയ്തിട്ടുണ്ടാകും, വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തും. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.